ഹായ് ഹലോ ഓൾ വെൽക്കം ടു പെപ്പ് ലേണിംഗ്. അപ്പോൾ നമ്മുടെ പെപ്നെറ്റിൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് നെറ്റ് പൾസ് എന്ന് പറയുന്ന ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം വളരെ കുറഞ്ഞ ദിവസങ്ങളെ ഇനി നമുക്ക് ജൂണിൽ നമ്മുടെ UGC നെറ്റ് എക്സാം നടക്കാൻ പോവുകയാണ്. നമുക്ക് വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ നമുക്ക് മുമ്പിലുള്ളൂ. കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷൻ ഉണ്ടായാൽ മാത്രമേ നമുക്ക് നെറ്റ് ഓർ ജാഫ് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ സോഷ്യൽ വർക്കിൻ്റെ എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളും നമ്മൾ നെറ്റ് പൾസ് ഉണ്ടായിരിക്കുന്നതാണ്. ഓരോ ചാപ്റ്റർ വൈസും ഈ കഴിഞ്ഞ 2023 വന്നിട്ടുള്ള ചോദ്യങ്ങൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടുള്ള ഈ ഒരു സീരീസിൽ കൃത്യമായിട്ട് നിങ്ങൾ എന്താക്കുക, ഫോളോ ചെയ്യുക, കറക്റ്റായിട്ട് തന്നെ ഉണ്ടാക്കുക, കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ ലൈവിലുള്ള ആളുകൾ ജസ്റ്റ് ഒക്കെ നിങ്ങളുടെ പ്രസൻസ് അറിയിക്കുക. സോ നമ്മൾ എന്താക്കുന്നതാണ്, ഓരോ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള നേച്ചർ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിലെ വ്യത്യസ്തമായുള്ള ക്വസ്റ്റ്യനുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടായി. അപ്പം നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും നിർബന്ധമായിട്ടും ആ ഒരു വീഡിയോ പോയി കാണുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും, അവരിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള സൊസൈറ്റി, ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്ന സെക്കൻഡ് യൂണിറ്റ് ആണ്. നമുക്കറിയാം സോഷ്യൽ വർക്കിൻ്റെ നെറ്റ് എക്സാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യൂണിറ്റ് ആണ് അല്ലേ. ഏകദേശം ചുരുങ്ങിയത് 5 ചോദ്യങ്ങൾ, അതായത് 10 മാർക്കിലധികം ചോദ്യങ്ങൾ എല്ലാ സീരീസിൽ അല്ലെങ്കിൽ എല്ലാ സൈക്കിളിലും വന്നുകൊണ്ടിരിക്കുന്ന ഒരു യൂണിറ്റാണ് സൊസൈറ്റി, ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ. സോ അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യത്തോടു കൂടെ കാണേണ്ട ഒരു യൂണിറ്റ് കൂടിയാണ് ഈ ഒരു യൂണിറ്റ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ഒന്നാമത്തെ യൂണിറ്റും സെക്കൻഡ് യൂണിറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തായാലും എല്ലാ വർഷവും എല്ലാ സൈക്കിൾസിലും ഒരു 10+ മാർക്സ് ഉള്ള ചോദ്യങ്ങൾ എപ്പോഴും കാണാവുന്ന ഒരു 2 ഏരിയകളാണ്. അതുകൊണ്ട് കൃത്യമായിട്ടത് പഠിച്ചിട്ട് തന്നെ പോവുക. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകും മക്കളെ. നിങ്ങൾ റെഡി ആണെങ്കിൽ റെഡി എന്ന് അറിയിക്കുക. ഓക്കെ, യെസ്, ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, യെസ്, വിച്ച് മോട്ടിവേഷണൽ തിയറി റിലൈസ് ഹെവിലി ഓൺ ദ കോൺസെപ്റ്റ് ഓഫ് ഹോമിയോസ്റ്റാറ്റിസ്? ഓക്കെ, ഹോമിയോസ്റ്റാറ്റിസുമായി കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് ഹെവിലി റിലൈസ് ചെയ്യുന്ന തിയറി, മോട്ടിവേഷണൽ തിയറി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ അഫിലിയേഷൻ തിയറി, ഓപ്ഷൻ ബി അച്ചീവ്മെൻറ്റ് തിയറി, ഓപ്ഷൻ സി ഇൻസ്ട്രക്ഷണൽ തിയറി, ഓപ്ഷൻ ഡി ഡ്രൈവ് റിഡക്ഷൻ തിയറി. ഇതിലേതാണ് ആൻസർ ആയിട്ട് വരുന്നത് എന്നുള്ളതാണ്. പറയാം, ഒരുപാട് മോട്ടിവേഷണൽ തിയറീസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പേഴ്സണാലിറ്റി തിയറീസ്, മോട്ടിവേഷണൽ തിയറീസ്, അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ തിയറീസ് പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് കോൺസെപ്റ്റ് ഓഫ് ഹോമിയോസ്റ്റാറ്റിസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റുമായിട്ട് ഹെവിലി റിലൈസ് ചെയ്യുന്ന മോട്ടിവേഷണൽ തിയറി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള തിയറികളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വളരെ സർവ്വസാധാരണമായിട്ട് കാണുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ കൃത്യമായിട്ട് ആ തിയറികളെ കുറിച്ചിട്ട് നമുക്കൊരു ബേസിക് ഐഡിയ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ ചെയ്യേണ്ട ഒരു കാര്യം. സോ കൃത്യമായിട്ട് തന്നെ ചെയ്യുക. ആൻസർ അറിയുന്നത് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, യെസ്, വളരെ പ്രധാനപ്പെട്ട ഒരുപാട് തിയറീസാണ്. അഫിലിയേഷൻ തിയറി ആയാലും അതുപോലെ തന്നെ അച്ചീവ്മെൻറ്റ് തിയറി ആയാലും ഇൻസ്ട്രക്ഷണൽ തിയറി ആയാലും ഡ്രൈവ് റിഡക്ഷൻ തിയറി എന്നൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന തിയറീസാണ്. അല്ലെങ്കിൽ എന്തായാലും പഠിക്കേണ്ട കുറച്ച് തിയറീസ് തന്നെയാണ്, മോട്ടിവേഷണൽ തിയറീസ് ആണ്. സോ ആൻസർ കമൻറ്റ് ചെയ്യുക. യെസ്, സോ ദ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഡ്രൈവ് റിഡക്ഷൻ തിയറി എന്നുള്ളതാണ്. ഓക്കെ, നമുക്കറിയാം ഇവിടെ കോൺസെപ്റ്റ് ഓഫ് ഹോമിയോസ്റ്റാറ്റിസ് എന്ന് പറയുന്ന സംഭവമുണ്ട് അല്ലേ. ഈ ഹോമിയോസ്റ്റാറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ബോഡിയുടെ ബാലൻസിനെയാണ് നമ്മൾ ഹോമിയോസ്റ്റാറ്റിസ് എന്ന് പറയുന്നത് അല്ലേ. അതായത് നമുക്കറിയാം നമ്മുടെ ബോഡി ഇങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ സർവൈവ് ചെയ്ത് പോകണമെങ്കിൽ ഇതിലൊരുപാട് കെമിക്കൽ റിയാക്ഷൻസുകൾ, ഒരുപാട് ഫിസിക്കലായിട്ടുള്ള സൈക്കോളജിക്കലായിട്ടുള്ള ഒരുപാട് ബാലൻസിങ് നടക്കുന്നുണ്ട്. സോ അതിനെയാണ് നമ്മൾ ഹോമിയോസ്റ്റാറ്റിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളെ ബോഡീൻ്റെ പ്രഷർ, അതുപോലെ തന്നെ നമ്മുടെ ടെമ്പറേച്ചർ, ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ എന്താണ് ശരിക്കും ഈ ഒരു ഹോമിയോസ്റ്റാറ്റിസ് ആണ്. സോ ഇവിടെ നോക്കാം, ഈ ഒരു ഡ്രൈവ് റിഡക്ഷൻ തിയറി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡ്രൈവ് റിഡക്ഷൻ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ proposes that humans are motivated by physiological or psychological needs that create internal states of ടെൻഷൻ ഓർ അറോസൽ. അതായത് നമ്മുടെ ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ കൃത്യമായിട്ട് നമ്മളെ ബോഡിയെ സർവൈവ് ചെയ്യിപ്പിക്കുന്നതിൽ ഒരുപാട് സംഭവങ്ങൾക്ക് ഫാക്ടേഴ്സായി വരുന്നുണ്ട്. ഇതിനെ നമ്മൾ ഹോമിയോസ്റ്റാറ്റിസ് എന്ന് പറയുന്നു. അപ്പോൾ ഇതിലെന്തെങ്കിലും സംഭവങ്ങൾ ഇല്ലാണ്ടാവുക, അല്ലെങ്കിൽ ഈ ഒരു ഫിസിയോളജിക്കൽ സൈക്കോളജിക്കൽ നീഡ്സ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എന്താകും, നമ്മുടെ ഉള്ളിൽ ഒരു ടെൻഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അറോസൽസ് എന്താകും ക്രിയേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ ഈ ഇങ്ങനെ ഒരു ടെൻഷനോ അല്ലെങ്കിൽ അറോസൽ, ഒരു ഇൻറ്റേർണൽ ആയ സംഭവങ്ങൾ ഒരു ഇൻറ്റേർണൽ സ്റ്റേറ്റ്സിൽ
സോറി നമുക്ക് ഇൻറ്റേർണലായിട്ട് ഇത്തരത്തിലുള്ള ഒരു ഡ്രൈവ്സുകൾ, ഇതിനെ നമുക്ക് ഡ്രൈവ്സ് എന്ന് പറയും. ടെൻഷൻ ഒരു അറോൾസ് എന്ന് പറയുന്നത് നമുക്ക് ഡ്രൈവ് എന്ന് പറയും. ഓക്കെ, അപ്പം ഇതിനെയാണ് ഡ്രൈവ്സ്, ഇത് പറഞ്ഞ ഡ്രൈവ് റിഡക്ഷൻ തിയറിയിൽ പറയുന്ന ഡ്രൈവ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത്തരത്തിൽ ഫിസിയോളജിക്കലോ സൈക്കോളജിക്കൽ നീഡ്സ് കാരണം നമുക്കുണ്ടാകുന്ന ഇൻറ്റേർണൽ സ്റ്റേറ്റ്സ് ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ടെൻഷനുകളെയും അറോസൽസിനെയാണ് നമ്മൾ ഡ്രൈവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ദീസ് ഡ്രൈവ്സ് ആർ സീൻ ആസ് എ ഡിപ്പാർച്ചർ ഫ്രം എ സ്റ്റേറ്റ് ഓഫ് ഹോമോസ്റ്റാറ്റിസ്. അതായത് നമ്മുടെ ഒരു എന്താ പറയുക, ഇത്തരത്തിലുള്ള ഹോമിയോസ്റ്റാറ്റിസ് ഡിപ്പാർച്ചർ ചെയ്യുന്നതിന് കാരണമായിട്ടാണ് നമുക്കിത് കാണാൻ പറ്റുന്നത് അല്ലേ. നമ്മൾ എന്താ പറയുക, നമ്മൾ പലപ്പോഴും നമ്മൾ ഈ ഒരു ബാലൻസ് ചെയ്യിക്കുന്ന സംഭവങ്ങൾ ഇല്ലാണ്ടാകുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഡ്രൈവ്സുകൾ ഉണ്ടാവുക. പീപ്പിൾ ആർ മോട്ടിവേറ്റഡ് ടു ടേക്ക് ആക്ഷൻ ടു റിഡ്യൂസ് ദീസ് ഡ്രൈവ്സ്. അപ്പം നമ്മളിപ്പം എന്താ കൃത്യമായിട്ട് ഫുഡ് കഴിക്കുക, കൃത്യമായിട്ട് സ്ലീപ്പ്, കൃത്യമായിട്ട് ഉറങ്ങുക, അതൊക്കെ എന്താണ് ഒരു ഹോമിയോസ്റ്റാറ്റിസ് നമ്മളെ കൃത്യമായിട്ട് ബാലൻസ് ചെയ്ത് നിർത്തുന്ന സംഭവങ്ങൾ. ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണ് സ്ലീപ്പ് എന്നുള്ളത്. ഈ സ്ലീപ്പ് കൃത്യമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണല്ലോ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. കൃത്യമായിട്ടൊരു ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു സർവൈവിന് എന്ത് വേണം? സ്ലീപ്പ് വേണം. അപ്പോൾ ഈ സ്ലീപ്പ് ഇല്ലാണ്ടാകുന്ന സമയത്ത് ഒരു ഫിസിയോളജിക്കൽ നീഡാണത്. അപ്പം അത് ഇല്ലാണ്ടാകുന്ന സമയത്ത് നമുക്ക് എന്താവും? സ്വാഭാവികമായിട്ട് ടെൻഷൻസും അറോസൽസൊക്കെ നമുക്ക് ഒരു ഇൻറ്റേർണൽ സ്റ്റേറ്റിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ സംഭവം അപ്പോഴാണ് നമുക്ക് എന്താ ഇത്തരത്തിലുള്ള ഡ്രൈവ്സുകളുണ്ട്. അപ്പോൾ ഈ ഡ്രൈവ്സ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെന്താവും? മോട്ടിവേറ്റഡ് ആവും. പീപ്പിൾ ആർ മോട്ടിവേറ്റഡ് ടു ടേക്ക് ആക്ഷൻ ടു റെഡ്യൂസ് ദീസ് ഡ്രൈവ്സ്. അപ്പോൾ ഇപ്പം ഇത്തരത്തിലുള്ള ടെൻഷൻ കുറക്കണമെങ്കിൽ കൃത്യമായിട്ട് ഉറങ്ങേണ്ടി വരും. അല്ലെങ്കിൽ ഫുഡ് കഴിക്കാത്തത് കൊണ്ടാണ് നമുക്ക് എന്തുണ്ടായതുണ്ട് ഇത്തരത്തിലുള്ള ഡ്രൈവ്സ് ഉണ്ടെങ്കിൽ അപ്പം ഫുഡ് കഴിക്കുക എന്നുള്ള മോട്ടിവേഷൻ എന്താവും ആയി കിട്ടിക്കൊണ്ടിരിക്കും. ദാറ്റ്സ് എന്താണ് ഡ്രൈവ് റിഡക്ഷൻ തിയറി എന്നുള്ളതാണ് മനസ്സിലാക്കുക. ഡ്രൈവ് റിഡക്ഷൻ തിയറി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ പറഞ്ഞു. നമുക്കറിയാം നമ്മുടെ ഒരുപാട് ഫിസിയോളജിക്കൽ സൈക്കോളജിക്കൽ നീഡ്സ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്തരത്തിലുള്ള ഫിസിയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ നീഡ്സുകൾ നമ്മളുടെ ഉള്ളിൽ എന്തുണ്ടാക്കുന്നുണ്ട്? ടെൻഷൻസ്, അത് അറോസൽസ് പോലെ ഇൻറ്റേർണൽ സ്റ്റേറ്റ്സുകളിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നേരത്തെ പറഞ്ഞു, ഇപ്പം ഈ ഒരു ഫിസിയോളജിക്കൽ നീഡ്സുകളോ അല്ലെങ്കിൽ നമ്മളെ ഒരു ഹോമിയോസ്റ്റാറ്റിസിൽ ഒരു ബാലൻസിങ്ങിൽ കുറവ് വരുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഡ്രൈവ്സുകൾ ഉണ്ടാവുക. അപ്പോൾ ഈ ഡ്രൈവ്സുകളെ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കും? മോട്ടിവേറ്റ് ആവും. അപ്പോൾ ഒരുപാട് ആക്ഷൻസ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് മോട്ടിവേറ്റ്. അപ്പോൾ എന്താണോ കുറഞ്ഞത് അതിനെ ബാലൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി എന്താവും? നമ്മൾ മോട്ടിവേറ്റ് ആകും എന്നുള്ളതാണ് എന്ത് പറയുന്നത് ഡ്രൈവ് റിഡക്ഷൻ തിയറി പറയുന്നത്. ഓക്കെ, അത് കൃത്യമായിട്ട് നമുക്ക് ഹൾക്കാണിത് പ്രൊപ്പൗണ്ട് ചെയ്തതെന്നും കൂടി ഓർത്ത് വെക്കുക. ഹൾക്കാണ് 1940 അദ്ദേഹം എന്താണ് ഇത് പ്രൊപ്പൗണ്ട് ചെയ്തതെന്നും കൂടി ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അറേഞ്ച് ദ ഫോളോയിങ് ഇൻ കറക്റ്റ് സീക്വൻസിങ് ഓർഡർ ഏർലി ടു ലേറ്റർ സ്റ്റേജ് എന്നുള്ളതാണ്. ഇത് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളും സർവ്വസാധാരണയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പാറ്റേണുമാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു ചാപ്റ്ററിൽ എപ്പോഴും കാണുന്ന ഒരു ചോദ്യം കൂടിയാണ് ഇത്. ഈ ഒരു ചോദ്യം നമുക്കറിയാം സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോകുക. ഇതിൻ്റെ ഓർഡറാണ് എപ്പോഴും ചോദിക്കാറുള്ളത്. അത് വളരെ കൂടുതൽ തവണ നമുക്കറിയാം പേപ്പറുകളൊക്കെ എടുത്തു നോക്കുന്ന സമയത്ത് ഒരുപാട് തവണ ആവർത്തിച്ച് ചോദ്യങ്ങൾ വന്നതായി കാണാൻ പറ്റും. സോ ഇതൊന്ന് അറേഞ്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒന്ന് അറിയുന്നവരെന്താക്കുക, ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. കാര്യം സൈക്കോ അനാലിസിസ് തിയറി ഉണ്ട്. ദെൻ അതിനുശേഷം അതോടൊപ്പം തന്നെ സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജ് വന്നിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സൈക്കോ സെക്ഷൽ സ്റ്റേജിൻ്റെ ഡെവലപ്മെൻറ്റുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. എ ജെനിറ്റൽ, ബി ലാറ്റൻസി, ഫാലിക്, ആനൽ, ഓറൽ എന്ന രീതിയിലാണ് ഇവിടെ തന്നിട്ടുള്ളത്. സോ ഇതെന്താക്കുക, അറേഞ്ച് ചെയ്യാനാണ് കൃത്യമായൊരു ഓർഡർ. ആദ്യം ഏതുണ്ടാകും പിന്നീട് ഏതുണ്ടാകും എന്ന രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് എന്താക്കാം, ആൻസറിലോട്ട് നോക്കാം. സോ ആൻസർ ഈസ് കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരും കേട്ടോ. ഓക്കെ, ഡി ആണ് കറക്റ്റ് ആൻസർ. മാർക്ക് ചെയ്യാൻ മറന്നതാണ്. സോ ഓർത്ത് വെക്കുക, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. എന്താണ് കാരണം? നമുക്കറിയാം ആദ്യം അല്ലേ ഒരു ബർത്ത് ടു 1 ഇയർ വരേക്കും എന്താണ് ഓറൽ സ്റ്റേജ് ആണ്, ഓറലാണ്. അതായത് നമ്മളെ പ്ലഷർ സീക്കിംഗ് ഒക്കെ എന്തായിരിക്കും? ഫുള്ള് ഓറലായിരിക്കും. ബ്രസ്റ്റ് ഫീഡിങ്, അതുപോലെ തന്നെ നമ്മുടെ വിരൽ ഉമ്പുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഒരു ഓറൽ സംഭവങ്ങളാണ്. അല്ലെങ്കിൽ നമ്മുടെ ഒരു കുട്ടി ജനിച്ചു മുതൽ ഒരു വയസ്സ് വരെ ആ കുട്ടിയുടെ പ്ലഷർ സീക്കിങ് എവിടെ സംഭവിക്കുക അല്ലെങ്കിൽ പ്ലഷർ എവിടെയാണ് കണ്ടെത്തുക? അതിൻ്റെ ഓറൽ ഭാഗങ്ങളിലായിരിക്കും അത് കണ്ടെത്തുക എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് ആണ് 1 to 3 ഇയേഴ്സ് വരെ എന്തായിരിക്കും? പിന്നെ ആനലായിരിക്കും അത്. ദെൻ പിന്നെ അതിനുശേഷം 3 to 6 ഇയേഴ്സ് എന്തായിരിക്കും? 3 to 5 ഇയേഴ്സ് എന്തായിരിക്കും? നമ്മുടെ അടുത്ത സ്റ്റെപ്പായിട്ടുള്ള ഏതാണ്? ഫാലിക് സ്റ്റേജിലായിരിക്കും.
അതായത് കുറച്ചും കൂടെ ഒരു സെക്ഷൽ ഏജസ് ഒക്കെ വരാൻ ഒരു എന്താ പറയുക നമുക്കറിയാം ഈഡിസ് കോംപ്ലക്സും ഇലക്ട്ര കോംപ്ലക്സും ഒക്കെ വരുന്നത് എവിടെയാണ് ഈ ഒരു ഫാലിക് സ്റ്റേജിലാണ്. ആ രീതിയിലും ചോദ്യങ്ങൾ വരാറുണ്ട്. ഫാലിക് സ്റ്റേജിലാണ് എന്താണ് ഈഡിസ് കോംപ്ലക്സും ഇലക്ട്ര കോംപ്ലക്സ് ഒക്കെ വരുന്നത് എന്താണ് അവിടെയാണെന്ന് ഓർത്ത് വെക്കുക. ദെൻ 6 to 11 ഇയേഴ്സിലാണ് എന്തുണ്ടാവുന്നത് അടുത്ത സ്റ്റേജ് ആയിട്ടുള്ള ലാറ്റൻസി സ്റ്റേജ് വരുന്നത്. ലാറ്റൻസി ഇത് ലാസ്റ്റാണ് നമ്മൾ അഡോളസൻസിലാണ്. അഡോളസൻസ് എന്ത് വരുന്നത് നമ്മുടെ ജെനൈറ്റൽ സ്റ്റേജ് വരുന്നത്. ഇവിടെയാണ് സെക്ഷൽ ഏജസ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പം ഇത് കൃത്യമായിട്ട് ആ ഓർഡർ പഠിച്ചു വെക്കുക. അത് നമുക്ക് എങ്ങനെയാണോ ഓർത്ത് വെക്കാൻ പറ്റുന്നത് ആ രീതിയിൽ തന്നെ കോഡായിട്ടോ എങ്ങനെയാണോ പഠിക്കാൻ പറ്റുന്നത് ആ രീതിയിൽ പഠിച്ചു വെക്കാം കേട്ടോ. OP-LG എന്നോ അങ്ങനെ എന്താണോ നമുക്ക് ഒരു സുഖമായിട്ട് ഓർത്ത് വെക്കാൻ പറ്റുന്നത് ആ രീതിയിൽ തന്നെ ഓർഡർ പഠിച്ചേക്കുക. ഓർഡർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും ഈ ഒരു ഓർഡർ ക്രോണോളജിക്കൽ ഈ ഒരു ഏർലി ടു ലേറ്റർ ഓർഡറിൽ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ മറക്കാണ്ടത് ഓർത്ത് വെക്കുക. ദെൻ ഓക്കെ യെസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തേർഡ് ക്വസ്റ്റ്യൻ ആണ്. Some major landmarks event in the evolution of psychology are given below. Arrange the events from early to recent. അതായത് നമുക്കറിയാം സൈക്കോളജിക്കിൻ്റെ എവല്യൂഷനിൽ ഒരുപാട് സംഭവങ്ങൾ ലാൻഡ്മാർക്സുകളാണ് ഉണ്ടായിട്ടുള്ളൂ. സോ അതിൽ കുറച്ച് ലാൻഡ്മാർക്സുകളാണ് താഴെ തന്നിരിക്കുന്നതിന് എന്താക്കുക അറേഞ്ച് ഇവൻറ്റ്സ് ഫ്രം ഏർലി ടു റീസെൻറ്റ്. ഏറ്റവും ആദ്യം ഉണ്ടായതിൽ നിന്നും ഇപ്പോൾ റീസെൻ്റ് ആയതിലേക്ക് എന്താക്കുക അതിനെ അറേഞ്ച് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ഗസ്റ്റാൾട്ട് സൈക്കോളജി ബോൺ ഇൻ ജർമ്മനി. B. Sigmund Freud develops psychoanalysis. C. John B. Watson published behaviorism. D. Functionalism formulated as a system of psychology by John Dewey. ഓക്കെ, അപ്പം ഈ ഒരു 4 കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. ഇതിൽ ഏതൊക്കെയാണ് ആദ്യം നടന്നത് എന്ന് ആദ്യം പിന്നെ ആ രീതിയിൽ നിങ്ങളുടെ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻസ് ഉള്ളത് A-B-C-D, B-D-B-A-C, C-B-C-D-A, D-D-B-C എന്നുള്ള രീതിയിലാണ് തന്നിരിക്കുന്നത്. സോ നമുക്കിവിടെ ഒരു ഉറപ്പായ സംഭവം അല്ലെങ്കിൽ നമുക്കറിയാം സൈക്കോളജി നമുക്ക് തുടക്കത്തിൽ പഠിക്കുന്ന സമയത്ത് അറിയുന്ന ഒരു കാര്യമാണ് സ്ട്രക്ചറലിസം ഫങ്ഷണലിസം ഒക്കെ അല്ലേ. അപ്പോൾ ഏറ്റവും ആദ്യം വരുന്ന സൈക്കോളജിയിൽ ഫങ്ഷണലിസം നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. D ആണ് കറക്റ്റ് ഫസ്റ്റ് ആദ്യത്തെ ഏർലി സ്റ്റേജിൽ. ഇപ്പം കമ്പാരിറ്റീവ് ഇവിടെ നിൽക്കുന്നത് ആദ്യത്തെ സ്റ്റേജ് വരുന്നത് ഫങ്ഷണലിസം. നമുക്ക് ബേസിക്കലി സൈക്കോളജിയെക്കുറിച്ച് ചെറിയൊരു ധാരണ ആളുകൾക്ക് പോലും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. കാരണം അത് ഫങ്ഷണലിസം സ്കൂളും സ്ട്രക്ചറലിസം സ്കൂളൊക്കെ നമുക്ക് കേട്ട് പഠിച്ചിട്ടുള്ളതാണ്. സോ ഇതിൽ ഫസ്റ്റ് വരേണ്ടത് D ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും നമുക്ക് ഒഴിവാക്കാം. കാരണം D ആണ് ആദ്യം വരേണ്ടത്. ദെൻ നെക്സ്റ്റ് വരേണ്ടത് പിന്നെയാണ് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ഡെവലപ്പ് സൈക്കോ അനാലിസിസ് തിയറി വരുന്നത്. അതിന് ശേഷമാണ്. ദെൻ അതിന് ശേഷം ആര് വന്നു? പിന്നെ അടുത്തത് ആരാ വന്നത്? ഓക്കെ, ഗസ്റ്റാൾട്ട് സൈക്കോളജി ആണോ? അതുപോലെ തന്നെ ജോൺ ബി വാട്സൺ പബ്ലിഷ്ഡ് ബിഹേവിയേഴ്സ് ആണോ? സോ ജോൺ ബി വാട്സൺ ആണ് വന്നിട്ടുള്ളത്. കറക്റ്റ് ആൻസർ വരുന്നതാണ് ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ വരിക. ആദ്യം ആര് വന്നു? ഫങ്ഷണലിസം, സ്കൂൾ ഓഫ് ഫങ്ഷണലിസം വന്നു. ദെൻ സൈക്കോ അനാലിസിസ് തിയറി വന്നു. ദെൻ തേർഡ് ബിഹേവിയർസ് എന്ന ബുക്ക് പബ്ലിഷ് ചെയ്തു. ലാസ്റ്റ് വൺ ജസ്റ്റാൾട്ട് തെറാപ്പി അല്ലെങ്കിൽ ജസ്റ്റാൾട്ട് തിയറി എന്താണ് വരുന്നത്? ലാസ്റ്റിക്കാണ് ജസ്റ്റാൾട്ട് സൈക്കോളജി. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഫങ്ഷണലിസം എമേർജ് ഇൻ ദ ലേറ്റ് 18s as a reaction to the structuralism school. It focuses on how mental process help organism അഡാപ്റ്റ് ടു ദയർ എൻവയോൺമെൻറ്റ്. ആദ്യം സ്ട്രക്ചറലിസം ആണ്, പിന്നെ അതിൻ്റെ ഫംഗ്ഷനെ കുറിച്ചിട്ടായി അല്ലേ. നമ്മുടെ ബോഡിൻ്റെ ഒരു ഓർഗാനിസിൻ്റെ ഫംഗ്ഷനെ കുറിച്ചിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടാണുള്ള പ്രോസസ്സ് ഹൗ മെൻ്റൽ പ്രോസസ് ഹെൽപ്പ് ഓർഗാനിസം അഡാപ്റ്റ് ടു ദയർ എൻവയോൺമെൻറ്റ് എന്നുള്ള ആ ഒരു ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള സ്കൂളാണ് ഒരു സ്കൂളാണ് ഫങ്ഷണലിസം എന്നുള്ളത്. സ്ട്രക്ചറലിസത്തിന് എതിരായിക്കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിയാക്ട് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയുള്ള ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് വന്നത് എന്തായിരുന്നു? സ്ട്രക്ചറലിസം ഉണ്ട്, അതിനുശേഷം ഫങ്ഷണലിസം വന്നു. ദെൻ സൈക്കോ അനാലിസിസ് ആണ് ഡെവലപ്ഡ് ബൈ സിഗ്മണ്ട് ഫ്രോയിഡ് ഇൻ ദ ലേറ്റ് 18s ആൻഡ് ഏർലി 90s. ഇറ്റ് എംഫസൈസ് ദ അൺകോൺഷ്യസ് മൈൻഡ് ആൻഡ് ദ റോൾ ഓഫ് ഏർലി ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് ഇൻ ഷേപ്പിംഗ് പേഴ്സണാലിറ്റി. അതായത് ഒരു ആളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിൽ ഷേപ്പ് ചെയ്യുന്നതിൽ ഏർലി ചൈൽഡ്ഹുഡിലെ എക്സ്പീരിയൻസസ് ഉണ്ടാകുന്നുണ്ട്, വലിയ റോള് വഹിക്കുന്നുണ്ടെന്നുള്ള ഒരു കോൺസെപ്റ്റാണ് സൈക്കോ അനാലിസിസിൽ അദ്ദേഹം പറയുന്നത്. ദെൻ എംഫസൈസ് ദ അൺകോൺഷ്യസ് മൈൻഡിനെ എംഫസൈസ് ചെയ്യുകയും അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു
തിയറിയിലൂടെ. Then next, behaviors are founded by John B. Watson in the early 90s. It focused on observable behavior and rejected the idea of studying internal mental states. Then Gestalt psychology developed in the early 90s in Germany. It emphasized how the whole is greater than the sum of its parts, meaning our perception of things is influenced by overall context rather than the individual elements. അപ്പം ആ ഒരു എവല്യൂഷൻ ഓഫ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു ഏരിയ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് ആ ഒരു സ്റ്റെപ്പുകൾ, അതിൻ്റെ ലാൻഡ് മാർക്കുകൾ കൃത്യമായിട്ട് ഓർത്തു വെക്കുക. എങ്ങനെയായിരുന്നു എവല്യൂഷൻ നടന്നത് എന്നുള്ളത്. നമ്മൾ പി ജിയിലൊക്കെ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന സമയത്ത് എല്ലാവരും എന്താ പറയുക, ഡെവലപ്മെൻറ്റ് സൈക്കോളജിയിലോ അല്ലെങ്കിൽ സൈക്കോളജിയുടെ ഇൻട്രൊഡക്ഷൻ സൈക്കോളജി എന്ന് പറയുന്ന പുസ്തകത്തിലൊക്കെ നമ്മൾ പഠിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ഈ ഒരു ഏരിയ. സോ അത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി പോകാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, who is credited for the concept of sancretization? ഇതൊരു സോഷ്യോളജിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. Who is the credited for the concept of sancretization? ഓപ്ഷൻ എ M.N. ശ്രീനിവാസ്, ഓപ്ഷൻ ബി യോഗേന്ദ്ര സിംഗ്, ഓപ്ഷൻ സി S.C. ഡൂബെ, ഡി ലൂയിസ് ഡുമോണ്ട്. ഓക്കെ, ആൻസർ അറിയുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. യെസ്, സാങ്ക്രഡൈസേഷൻ ഇതൊക്കെ നമ്മൾ വളരെ ഫെമിലിയറായി കേൾക്കുന്ന ഒരു സംഭവമാണ്. നമുക്കറിയാം കാസ്റ്റ് സിസ്റ്റമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. കാസ്റ്റ് സിസ്റ്റമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കോൺസെപ്റ്റാണ് എന്ത്, സാങ്ക്രഡൈസേഷൻ എന്നുള്ളത്. നമുക്കറിയാം രണ്ട് തരത്തിലുള്ള സ്ട്രാറ്റിഫിക്കേഷൻ ആണല്ലേ. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ട്, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആൻസർ അറിയുന്നത് കമൻറ്റ് ചെയ്യാം കേട്ടോ. സോ അത് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞത് M.N. ശ്രീനിവാസാണ് കറക്റ്റ് ആൻസർ. ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നുകൂടി പറയാം. സാങ്ക്രഡൈസേഷൻ എന്നുള്ളൊരു ടേം എന്താണ് ഉദ്ദേശിക്കുന്നത് പറയുമ്പോൾ നമുക്ക് എന്താക്കാം, നമുക്കറിയാം കാസ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ ക്ലാസ്സും ഉണ്ട്. വേൾഡിലുള്ള രണ്ട് സ്ട്രാറ്റിഫിക്കേഷൻ, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻസ് ആണ് ഇത് അല്ലേ. അതിൽ കാസ്റ്റ് സിസ്റ്റം നമുക്കറിയാം ഇതൊരു ക്ലോസ്ഡ് ഗ്രൂപ്പാണ്, ഇൻഹെറിറ്റൻ്റ് ആണിത് നമുക്കറിയാം. എന്നാൽ ക്ലാസ് എന്താണ്, ഒരു ഓപ്പൺ ഗ്രൂപ്പാണ് അല്ലേ, ഓപ്പൺ ഗ്രൂപ്പാണ്. അതെന്താണ്, അസ്ക്രൈബ്ഡ് ആണ്, നമുക്ക് അച്ചീവ്ഡ് ആണ് ഇത് ഇതിൽ കിട്ടുക. അല്ലെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ സ്റ്റാറ്റസ്, അത് നമ്മൾ അച്ചീവ് ചെയ്യുന്നതാണ് എന്ത്, നമ്മുടെ ഈ ഒരു ക്ലാസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. അപ്പം ഈ കാസ്റ്റ് സിസ്റ്റം നമുക്കറിയാം, കാസ്റ്റ് സിസ്റ്റത്തിൽ ആരൊക്കെ ഉണ്ട്, ബ്രാഹ്മിൻസ് ഉണ്ട്, ക്ഷത്രിയാസ് ഉണ്ട്, വൈശ്യാസ് ഉണ്ട്, ശൂദ്രാസ് ഉണ്ട്. ഇങ്ങനെ ഓരോ കാറ്റഗറി അല്ലേ. നമുക്കറിയാം ബ്രഹ്മാവിൻ്റെ ഓരോ ഭാഗങ്ങളിൽ നിന്നാണ് ഓരോ ആളുകൾ ഉണ്ടാക്കി, അതുകൊണ്ട് അവർ ഓരോ ജോലി ചെയ്യുന്നത് ആ രീതിയിലുള്ള ഒരു എന്താ പറയുക, ഒരു ജോബ് ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ് കാസ്റ്റ് സിസ്റ്റം എന്നുള്ളത്. അപ്പോൾ ഇതിൽ ബ്രാഹ്മിൻസ് ആണ് ഹയസ്റ്റ് ക്ലാസ്സിലുള്ളത്. ദെൻ ശൂദ്രാസ് ആണ് ഏറ്റവും ലോവസ്റ്റ്, അതിന് ശേഷമാണ് ദളിത്സിൽ ഏറ്റവും ലോവസ്റ്റിലാണ് ദളിത് വരിക. അപ്പോൾ ഇവർ ഈ ഒരു ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകൾ അവരെന്താക്കുക, ഈ ഫസ്റ്റ് ഏറ്റവും ടോപ്പസ്റ്റ് ലെവലുള്ള ആളുകളെ ഇമിറ്റേറ്റ് ചെയ്യുക, അവരെ അനുകരിക്കുന്നതിനാണ് എന്ത്, അവരെ കൾച്ചറുകളൊക്കെ പിന്തുടരുന്നതിനാണ് എന്ത്, സാങ്ക്രഡൈസേഷൻ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ബ്രാഹ്മിൻസ് ആണ് എപ്പോഴും വെജിറ്റേറിയൻസാണ് കഴിക്കുക. എന്നാൽ ഇതിന് ദളിതരമോ അല്ലെങ്കിൽ ശുദ്രാസായിട്ടുള്ള ആളുകൾ എന്താക്കുക, അവർ വെജിറ്റേറിയൻസ് കഴിക്കുക, അല്ലെങ്കിൽ അവരുടെ ഒരു കൾച്ചർ ഫോളോ ചെയ്യുക, ആ ഒരു സംഭവത്തെയാണ് അവരെ ഇമിറ്റേറ്റ് ചെയ്യുക. അവരും ആ ഒരു എന്താ പറയുക, ആ ഒരു അംഗീകാരവും അല്ലെങ്കിൽ ഒരു ഹയർ കാസ്റ്റിൽ ആളുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു എന്താ പറയുക പ്രിവിലേജ് കിട്ടാൻ വേണ്ടിയിട്ട് അവരെ പോലത്തെ കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് ശരിക്കും സാങ്ക്രഡൈസേഷൻ എന്ന് പറയുന്നത്. സോ അപ്പം അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്താണ് സാങ്ക്രഡൈസേഷൻ. എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതും ആ ഒരു സാങ്ക്രഡൈസേഷൻ എന്ന കോൺസെപ്റ്റ് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ അത് പ്രപ്പോണ്ട് ചെയ്തത് ആരാണ്, കോയിൻ ചെയ്ത ആരാണ്, M.N. ശ്രീനിവാസ് എന്ന് പറഞ്ഞ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് കൂടിയാണെന്നുള്ളത് ഓർത്തു വെക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. 4 ക്വസ്റ്റ്യൻസും അതോട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കോൺസെപ്റ്റുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ക്ലിയറായ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക. ഇത് നമ്മൾ പറയാത്ത പോയിന്റ്സുകൾ നമ്മളിപ്പം എല്ലാം കൂടെ നമുക്ക് ഈ ഒരു സെഷനിൽ പറയാൻ കഴിഞ്ഞോളുന്നില്ല. നമ്മൾ ഓരോരോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കോൺസെപ്റ്റാണ് പറയുന്നത്. ദെൻ പറയാത്ത കാര്യങ്ങൾ എന്താകും നിങ്ങൾ റെഫർ ചെയ്യുക, ഇത് നന്നായിട്ട് പഠിക്കുക, കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുക. ദെൻ നമുക്ക് എന്താക്കാം, ഈ ഒരു ജൂണിൽ തന്നെ നമുക്ക് നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്തൊരു എപ്പിസോഡിൽ വരുന്നേക്കും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.